ബഹിരാകാശ പര്യവേഷണത്തിന്റെ ചരിത്രത്തിൽ ധീരതയുടെയും സാങ്കേതിക തികവിന്റെയും കഥകൾക്കൊപ്പം തന്നെ പരാജയങ്ങളുടെയും അപ്രതീക്ഷിത തിരിച്ചടികളുടെയും അധ്യായങ്ങളുണ്ട്. ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനമായ സുനിത വില്യംസിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൗത്യം ഇത്തരത്തിൽ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒന്നായിരുന്നു. വെറും 10 ദിവസത്തെ ദൗത്യത്തിനായി ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ച സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും 9 മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത് കേവലം ഒരു സാങ്കേതിക തടസ്സമായിരുന്നില്ല എന്ന് ഇപ്പോൾ നാസ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഈ ദൗത്യത്തെ ടൈപ്പ് എ മിഷാപ്പ് എന്ന ഏറ്റവും ഗുരുതരമായ അപകട വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതോടെ ശാസ്ത്രലോകം വലിയൊരു ഞെട്ടലിലാണ്. ഈ വർഗീകരണം നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. സുനിത വില്യംസും വിൽമോറും നേരിട്ടത് 2003 കൽപ്പന ചൗള ഉൾപ്പെടെ 7 പേരുടെ ജീവൻ കവർന്ന കൊളംബിയ ദുരന്തത്തിന് സമാനമായ ഒരു സാഹചര്യത്തെയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ടൈപ്പ് എ മിഷാപ്പ്? നാസയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം അപകടങ്ങളെ വിവിധ തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെയും മാരകവുമായ വിഭാഗമാണ് ടൈപ്പ് എ. ഒരു ബഹിരാകാശ പേടകത്തിന് പൂർണ്ണമായ നാശനഷ്ടം സംഭവിക്കുകയോ ദൗത്യത്തിന്റെ ഭാഗമായി $2.5 ദശലക്ഷം സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഈ ലേബൽ നൽകുന്നത്. സുനിത വില്യംസിന്റെ ദൗത്യത്തിൽ ഭാഗ്യവശാൽ ജീവഹാനി സംഭവിച്ചില്ലെങ്കിലും പേടകത്തിന്റെ പരാജയവും അത് സൃഷ്ടിച്ച ഭീമമായ സാമ്പത്തിക നഷ്ടവും യാത്രക്കാരുടെ ജീവനുണ്ടായ കനത്ത ഭീഷണിയും കണക്കിലെടുത്താണ് നാസ ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിയത്. കൊളംബിയ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും ഗൗരവകരമായ ഒരു റേറ്റിംഗ് നാസയുടെ ഒരു ദൗത്യത്തിന് ലഭിക്കുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബോയിങ് സ്റ്റാർലൈനർ എന്ന അത്യാധുനിക പേടകത്തിലായിരുന്നു 2024 ജൂൺ 5 സുനിതയും വിൽമോറും യാത്ര തിരിച്ചത്. ബഹിരാകാശ വിപണിയിൽ സ്പേസ് എക്സിനോട് മത്സരിക്കാൻ ബോയിങ് പുറത്തിറക്കിയ ഈ പേടകത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കലായിരുന്നു ഇത്. എന്നാൽ വിക്ഷേപണ ഘട്ടം മുതൽ തന്നെ പേടകത്തിൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ പരാജയവും പ്രകടമായിരുന്നു. ജൂൺ 13 സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തേണ്ടിയിരുന്ന പേടകം സാങ്കേതിക തകരാറുകൾ മൂലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. പേടകത്തിലെ ത്രസ്റ്ററുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഒരു ആത്മഹത്യാപരമായ നീക്കമാകുമെന്ന് എഞ്ചിനീയർമാർ മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് 10 ദിവസത്തെ ദൗത്യം മാസങ്ങളോളം നീളുന്ന ഒരു അതിജീവന പോരാട്ടമായി മാറിയത്. തുടക്കത്തിൽ ഈ പ്രതിസന്ധിയെ നാസ വിശേഷിപ്പിച്ചിരുന്നത് എക്സ്റ്റൻഡഡ് മിഷൻ അഥവാ നീട്ടി നൽകിയ ദൗത്യം എന്നായിരുന്നു. ബഹിരാകാശ യാത്രികർ കുടുങ്ങിപ്പോയി എന്ന വാക്കിനോട് നാസ അക്കാലത്ത് വിയോജിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായും എഞ്ചിനീയറിംഗ് പരാജയമായും നാസ ഇതിനെ വിലയിരുത്തുന്നു. 2003 കൊളംബിയ പേടകം ഭൂമിയിലേക്ക് തിരികെ ഇറങ്ങുന്നതിനിടെ കത്തിയമർന്നത് നാസയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. അന്ന് പേടകത്തിന്റെ പുറം കവചത്തിനുണ്ടായ തകരാർ തിരിച്ചറിയുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടതുപോലെ ഇത്തവണ സ്റ്റാർലൈനറിലെ പിഴവുകൾ മുൻകൂട്ടി കാണുന്നതിൽ ബോയിങ്ങും നാസയും പരാജയപ്പെട്ടുവെന്നതാണ് ടൈപ്പ് എ എന്ന വർഗീകരണത്തിലൂടെ വ്യക്തമാകുന്നത്. കൽപ്പന ചൗളയ്ക്ക് സംഭവിച്ചതിന് സമാനമായ ഒരു ദുരന്തം സുനിത വില്യംസിന്റെ കാര്യത്തിലും സംഭവിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. ബഹിരാകാശ നിലയത്തിലെ 9 മാസത്തെ ജീവിതം സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശാരീരികവും മാനസികവുമായ വെല്ലുവിളിയായിരുന്നു. ഭൂഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ഇത്രയും കാലം കഴിയുന്നത് പേശികളുടെ നാശത്തിനും എല്ലുകളുടെ സാന്ദ്രത കുറയുന്നതിനും കാരണമാകും. കൂടാതെ കഠിനമായ റേഡിയേഷൻ ഏൽക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ അധിക സമയം അവർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായി മാറ്റിവെച്ചെങ്കിലും സ്വന്തം പേടകം പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് തിരിച്ചയക്കേണ്ടി വന്നത് ഒരു ബഹിരാകാശ യാത്രികയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസിക ആഘാതമാണ്. ഒടുവിൽ ബോയിങ് പേടകം യാത്രക്കാരില്ലാതെ ഭൂമിയിൽ തിരിച്ചിറക്കാൻ നാസ തീരുമാനിച്ചു. 2025 ഫെബ്രുവരിയിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലാണ് സുനിതയും വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ തൊട്ടത്. ഇത് ബോയിങ് എന്ന വമ്പൻ കമ്പനിയുടെ വിശ്വാസ്യതയ്ക്കേറ്റ കനത്ത പ്രഹരം കൂടിയായിരുന്നു. ഈ സംഭവം ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്വകാര്യ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ലാഭത്തിന് മുൻതൂക്കം നൽകുന്ന സ്വകാര്യ കമ്പനികൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം ശാസ്ത്രലോകം ഗൗരവത്തോടെ ഉന്നയിക്കുന്നു. സ്റ്റാർലൈനർ ദൗത്യത്തിലെ വീഴ്ചകൾ പഠിക്കാൻ നാസ രൂപീകരിച്ച ഉന്നതതല അന്വേഷണ സംഘം ബോയിങ്ങിന്റെ നിർമ്മാണ രീതികളെയും ക്വാളിറ്റി ചെക്കുകളിലെയും പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും നിയമങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ ഇന്നും നിസ്സഹായരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സുനിത വില്യംസിന്റെ ഈ അതിജീവന ഗാഥ. കൽപ്പന ചൗളയെ നമുക്ക് നഷ്ടമായെങ്കിൽ സുനിത വില്യംസിനെ നമുക്ക് തിരികെ ലഭിച്ചു എന്നത് ശാസ്ത്രം മുൻപത്തെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവാണ്. സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാം.
നാസ ഈ ദൗത്യത്തെ ടൈപ്പ് എ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് വരാനിരിക്കുന്ന ദൗത്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വിഭജിക്കുന്നതിനും വേണ്ടിയാണ്. സുനിത വില്യംസ് എന്ന ധീര വനിതയുടെ പോരാട്ട വീര്യം ഈ പ്രതിസന്ധി ഘട്ടത്തിലും ശാസ്ത്രലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്നു. ബഹിരാകാശ യാത്രകൾ എന്നും അപകട സാധ്യത നിറഞ്ഞതാണെന്നും അവിടെ സുരക്ഷയ്ക്കായി നൽകുന്ന ഓരോ രൂപയും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും സ്റ്റാർലൈനർ ദൗത്യം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും കുടിയേറാൻ തയ്യാറെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സുനിത വില്യംസ് നേരിട്ട ഈ ടൈപ്പ് എ ദുരന്തം വരും തലമുറയ്ക്കുള്ള ഒരു വലിയ പാഠപുസ്തകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.